എല്ലാവർക്കും യു വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വയനാടിനായി കൈകോർത്ത് ഉദയംപേരൂരിലെ പ്രൈവറ്റ് ബസ്സുകളായ 3 ബസ്സുകൾ മാളൂസ്, അതുപോലെ തന്നെ ആദി, ലക്ഷ്മി എന്നീ 3 ബസ്സുകളുടെ ഒരു ദിവസ വേതനം, തൊഴിലാളികളുടെയും ഉടമകളുടെയും വേതനം, അത് വയനാട്ടിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിലേക്ക് സാമ്പത്തികമായി സഹായം എത്തിക്കുന്നതിന് വേണ്ടി അവര് ഒരു ദിവസം സൗജന്യമായി സർവീസ് നടത്തി. കാരണം ഇതൊരു പ്രചോദനമാണ്. ഒരു നാട്ടില് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ സ്വന്തം കുടുംബത്തെ ഉണ്ടായ പ്രശ്നം പോലെ തന്നെ അതിനെ കൈകോർത്ത് ഏകോപിപ്പിച്ച് ഇന്നലെ നമ്മുടെ ബസ് തൊഴിലാളികൾ ഉടമകൾ നടത്തിയ പ്രവർത്തനം വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നു. കാരണം ബസ്സിൽ കയറുന്ന യാത്രക്കാർ അവരോട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു, അവരുടെ ടിക്കറ്റ് തുകക്ക് പകരം അവര് അത് ബക്കറ്റിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ വളരെ നാടിന് തന്നെ ഒരു മാതൃകയാവുന്ന ഒരു പ്രവർത്തനമാണ് ആ 3 ബസ് തൊഴിലാളികളും ഉടമകളും കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നൊരു ദിവസം നമ്മൾ വയനാടിന് വേണ്ടി ഓടിക്കൊടുക്കുകയാണല്ലോ. ഒരു ദിവസം അല്ല, എത്ര വണ്ടി ഉണ്ട് നിങ്ങളുടെ? ഞങ്ങളുടെ 3 വണ്ടി. പിന്നെ ലക്ഷ്മിയുടെ വണ്ടിയുണ്ട്, ആദ്യത്തെ വണ്ടി, പിന്നെ നടക്കല് ചോറ്റാനിക്കര വണ്ടി ഉണ്ട്. ദുരിതാശ്വാസത്തിന് വേണ്ടി ഇന്നൊരു ദിവസം നിങ്ങൾ ഓടിക്കൊടുക്കുകയാണല്ലേ? ആണല്ലേ? എല്ലാം എത്ര വണ്ടി ഉണ്ട് നിങ്ങള്? 3 വണ്ടി അല്ലേ? മാളൂസിന്റെ 3 വണ്ടി ഓടിക്കുന്നു. അതിന് നിങ്ങള് വയനാടിന് വേണ്ടി ഓടിക്കൊടുക്കുകയാണല്ലേ? നിങ്ങൾ എത്ര വണ്ടി ഉണ്ട് അപ്പൊ? 3 വണ്ടി. 3 വണ്ടി അല്ലേ? ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ നിങ്ങള് വയനാടിന് വേണ്ടി ഓടുകയാണ്. ഒരു ജനതയ്ക്ക് ഒരു കൈത്താങ്ങിന് വേണ്ടിയല്ലേ? എത്ര വണ്ടിയുണ്ട് നിങ്ങൾ ഓടുന്നത്? 4 വണ്ടി. ലക്ഷ്മിയുടെ 4 വണ്ടി. ഇനിയും നാടിന് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും സാധിക്കട്ടെ. ഇതുപോലുള്ള ആളുകൾ ഇനിയും മുന്നോട്ട് വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. ഈ ദുരന്തത്തിന് മുന്നിൽ അകപ്പെട്ടുപോയ, നഷ്ടപ്പെട്ടുപോയ ജീവനുകൾ, അതുപോലെ തന്നെ നമ്മോടൊപ്പം അവരെയും ചേർത്ത് പിടിച്ച് അവരെ പുനരധിവസിക്കുന്നത് വരെ അവർക്കൊപ്പം നമ്മുടെ ഈ കൊച്ചു ഗ്രാമമായ ഉദയംപേരൂർ ഗ്രാമത്തിലെ ആളുകളും എന്നും ഒപ്പം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്ത വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.